ഹായ് ഫ്രണ്ട്സ്, 2025 ജൂണിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻ ഇഗ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇത്. ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇതിൽ ഈ ക്ലോസ് എന്നുള്ള ആദ്യം ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഇത് നമ്മുടെ ഹോം പേജാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ എക്സാമിനേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. then താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ വീണ്ടും ഹിയർ ബൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതാണ് എക്സാമിനേഷൻ ഫോം. ഇവിടെ ഓൾറെഡി നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഈ പേജിൽ ഉണ്ടാകും. ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ID കാർഡിൽ എന്താണോ ഉള്ളത് ആ ഡീറ്റെയിൽസ് ആണ് ഈ പേജിൽ ഉണ്ടാവുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കേണ്ടുന്നത് ഏത് RCയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏത് RC ആണെങ്കിലും കൊടുക്കുക. നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രം RC ആണോ, അല്ലെങ്കിൽ കൊച്ചിൻ RC ആണോ, വടകര RC ആണോ, ഏത് RCയിലാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എന്നുള്ളതൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ RC ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ കേസിൽ ഞാൻ വടകര RC ആണ് സെലക്ട് ചെയ്യുന്നത്. ആൾക്ക് വേണ്ടത് വടകര RCയിലുള്ള PSMO കോളേജാണ് ഈ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത്. അപ്പോൾ അവിടെ വടകര RC സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ വടകര RCയിലുള്ള എല്ലാ എക്സാം സെൻറ്റേഴ്സും കാണിക്കും. ഇതിൽ ഏത് എക്സാം സെൻറ്റർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾ ആണ് എങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇല്ല എങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് യെസ് എന്നുള്ളത് കൊടുക്കുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും ഇതിൽ കാണിക്കും. നിങ്ങൾ എക്സാം എഴുതാനായിട്ട് എത്ര സബ്ജക്റ്റുകളുണ്ടോ ആ എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ എഴുതാനാണോ താല്പര്യം അത്രയും സബ്ജക്റ്റുകളും ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇതിൽ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 8 സബ്ജക്റ്റ്, ചിലർക്ക് 10 സബ്ജക്റ്റ്, ചിലർക്ക് 4 സബ്ജക്റ്റൊക്കെ ആയിരിക്കും പല കോഴ്സുകൾ അനുസരിച്ച് എഴുതാനുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്കിതിൽ എല്ലാ സബ്ജക്റ്റുകൾ വേണമെങ്കിൽ അത്രയും എഴുതാം, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എഴുതാം. വേണമെങ്കിൽ ഒരു 2 സബ്ജക്റ്റ് മാത്രം എഴുതാം, 4 സബ്ജക്റ്റ് മാത്രം എഴുതാം, എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ അത്രയും എഴുതാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാണിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ആ സബ്ജക്റ്റുകളുടെ എല്ലാം കോഡ്, അതിൻ്റെ ടൈറ്റിൽ, ഏത് സെമ്മാണ്, എല്ലാ കാര്യങ്ങളും കാണിക്കും. അത് ഒന്ന് കൺഫേം ചെയ്യുക, ഇത് തന്നെയല്ലേ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. അവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുക. പേയ്മെൻറ്റ് നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ ചെയ്യാവുന്നതാണ്. GPay വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുവഴി പേയ്മെൻറ്റ് ചെയ്യുക. അതിനായിട്ട് ക്ലിക്ക് ഹിയർ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ശേഷം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് കൊടുക്കുക. ഞാനിവിടെ UPI കൊടുക്കുന്നു. UPI വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങളത് ബാക്ക് ബട്ടൺ കൊടുക്കരുത്, ഇത് ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് വരും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തും. ഇതിൽ നിങ്ങളുടെ കൺഫർമേഷൻ കാണാൻ പറ്റും. PDF ഡൗൺലോഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ ചെയ്യാവുന്നതാണ്. ഇഗ്നോയുമായി ബന്ധപ്പെട്ട ഇഗ്നോയുടെ അസൈൻമെൻറ്റ്, പഠിക്കാനുള്ള നോട്ട്സ്, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനത്തെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അസൈൻമെൻറ്റ് ഹാൻഡ് റിട്ടൺ ചെയ്യുന്നുണ്ട്. A4 പേപ്പറിൽ എഴുതി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. അങ്ങനെയുള്ള എന്ത് സർവീസിനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ 8281928018 എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.